ചേട്ടാ, ഏറ്റവും ഒടുവിലത്തെ ദിവസം നടന്ന മനോരമ കോൺക്ലേവിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ശ്രീ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ഉത്തരം നൽകിയത് കോൺഗ്രസിനെ നയിക്കാനായിട്ട് UDF-നെ നയിക്കാനായിട്ട് ഒട്ടേറെ നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ ഗോവിന്ദൻ മാഷ് നൽകിയ ഉത്തരം എന്ന് പറയുന്നത് CPM-നെ നയിക്കാനും LDF-നെ നയിക്കാനും മുഖ്യമന്ത്രി തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ്. അതിലൂടെ തന്നെ നമുക്ക് കാര്യം വ്യക്തമല്ലേ? കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ മാത്രമാണ് നയിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ഏകാധിപത്യ ശൈലിയല്ലേ തുറന്നു കാട്ടുന്നത്? ഒരു വളരെ രസകരമായ ഒരു കാര്യമാണിത്. ഇന്നലെ ആ കോൺക്ലേവില് ഒരു ചോദ്യം ഉയർന്നപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ആസന്നമായിരിക്കുകയാണ്. 7-8 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് മുന്നണികളെ പ്രതിനിധീകരിക്കുന്ന, ആ മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന 2 പാർട്ടികൾ, കോൺഗ്രസിന്റെയും CPM-ന്റെയും സംസ്ഥാനത്തെ അധ്യക്ഷന്മാരാണ് ആ കോൺക്ലേവിൽ പങ്കെടുത്തത്, ആ ഒരു സെഷനിൽ പങ്കെടുത്തത്. MV ഗോവിന്ദനും സണ്ണി ജോസഫും. അവരോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷനോട്, KPCC അധ്യക്ഷനോട് അത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം ആ മറുപടി പറയാൻ കുറച്ച് പാടുപെടും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല അത്. അപ്പോൾ കുറെ അവർക്ക് നേതാക്കന്മാരെ ഉയർത്തി കാട്ടാനുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി എന്നിൽ നിന്നും കിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്നെ കുഴയ്ക്കാൻ നോക്കണ്ട എന്ന് സണ്ണി ജോസഫ് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഒരു കൂട്ടായ നേതൃത്വമായിരിക്കും കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് നമുക്കറിയാം, കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ നോക്കിയാലും ഒരു നേതാവിനെ മുൻനിർത്തി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു കാലം നമുക്ക് ഉമ്മൻചാണ്ടിയുടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം 2006 ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു 5 വർഷം. അതിനുശേഷം 2011 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, ആ മുന്നണി നേരിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ്, ജനകീയനായ നേതാവ് ഇങ്ങനെ നിൽക്കുമ്പോൾ താരപരിവേഷത്തോടെ നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അദ്ദേഹം ഒരു ചോയ്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ആൾക്കാർക്ക് അറിയാൻ പറ്റും അങ്ങനെ അദ്ദേഹമാണ് നേതാവ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. 2016 വരുമ്പോൾ പക്ഷെ അവിടുന്ന് സ്ഥിതി മാറുന്നത്. അങ്ങനെ ഒരാളില്ല. ചെന്നിത്തലയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, VD സതീശനുണ്ട്, അങ്ങനെ പല നേതാക്കന്മാരുണ്ട്. 2021 വരുമ്പോൾ സമാനമായ രീതിയാണ് അല്ലെ. ചെന്നിത്തലയുണ്ട്, സതീശനുണ്ട്, അങ്ങനെ പലരും ആര് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് നേതാക്കന്മാരുടെ ഒരു പാർട്ടിയാണ്. അത് ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതൊരു ഗുണമല്ലേ? സത്യം പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് നേതാക്കന്മാർ, ഒരു പോസ്റ്റിലേക്ക് ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂവെങ്കിൽ അവിടെ നിങ്ങളുടെ പാർട്ടിയുടെ ശക്തിയെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. നിങ്ങളുടെ പാർട്ടിയിൽ എത്രത്തോളമാണ് ഈ നേതാക്കന്മാർ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു യുവതലമുറ വളർന്നു വരുന്ന സാഹചര്യം, അതിനൊക്കെ ഒരു ഇത് ഇല്ലാതെ പോവുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിൽ പറഞ്ഞത് കോൺഗ്രസിനെ ബ്ലെയിം ചെയ്യുകയാണ് അദ്ദേഹം. അവരുടെ നേതൃത്വം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും, അടുത്ത തവണ അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് MV ഗോവിന്ദൻ പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനെ ബ്ലെയിം ചെയ്യുന്നു. സണ്ണി ജോസഫിന് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നിട്ട് അദ്ദേഹം ഓരോ പേരുകൾ എടുത്ത് ചോദിക്കുന്നു. സണ്ണി ജോസഫ് നയിക്കുമോ, അതോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ നയിക്കുമോ, അതോ രമേശ് ചെന്നിത്തല നയിക്കുമോ, അല്ലെങ്കിൽ K മുരളീധരൻ നയിക്കുമോ, KC വേണുഗോപാൽ നയിക്കുമോ, K സുധാകരൻ നയിക്കുമോ, VM സുധീരൻ നയിക്കുമോ, ഇങ്ങനെയൊക്കെ പേരെടുത്തുകൾ ചോദിക്കണം. ഒരുപാട് പേരുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നേതാക്കന്മാർ ആ ഓപ്ഷനിലേക്ക് അവർക്കുണ്ട് എന്ന് ഈ MV ഗോവിന്ദൻ തന്നെ പറയുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ അടിയാണ്, ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവുന്ന ശരീരം ശക്തമായ തല്ലായിരിക്കും, അവിടെ ഭയങ്കര പണിയായിരിക്കും. ഒരു ഏകാധിപത്യ ശൈലി കോൺഗ്രസിൽ ഇല്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നത്, അതിലേക്കാണ് ഞാൻ പറയുന്നത്. ഗോവിന്ദൻ പറയുന്നത് നോക്കുമ്പോ സത്യമല്ലോ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, അവർക്ക് ഒറ്റ ഒരാളേ ഉള്ളൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇറങ്ങുന്നത്. എന്താണ് അവിടെ കാര്യമെന്ന് പറയുന്നത്? വേറൊരു പേര് ആ കോൺക്ലേവിൽ, ആ പരിപാടിയിൽ വേറൊരു പേര് ഇനി ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ഈ MV ഗോവിന്ദന് പറയാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ പൊസിഷനിൽ കാണുമോ? മുട്ട് വിറയ്ക്കും MV ഗോവിന്ദന് അല്ലേ. MV ഗോവിന്ദൻ എന്നല്ല, ആ പാർട്ടിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇനിയിപ്പോൾ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 98 അദ്ദേഹം പാർട്ടി അധ്യക്ഷനായി, സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ ശേഷം അദ്ദേഹം വരുത്തിയിരിക്കുന്ന ഒരു കീഴ്വഴക്കം അതാണ്. നോക്കൂ, ഇവർ പറഞ്ഞല്ലോ, ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവർ നിർണയിച്ചിട്ടാണ് മത്സരിക്കുക എന്ന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ. ശരിയാണോ? അത് 2016 അവർക്ക് ആദ്യമായിട്ട് അത്തരം ഒരു സംവിധാനം ഉണ്ടായത് അല്ലെ. എന്താണ് കാരണം? അത് 98 മുതൽ 2015 വരെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് 17 വർഷത്തോളം അവരോധിച്ച ശേഷം പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നു. അവിടെ അദ്ദേഹത്തിന് അനുയായിട്ട് കോടിയേരിയെ കൊണ്ടിരുത്തുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് വിശ്രമിക്കുകയാണ്.
2014 നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പാണ്. അവിടെ പിണറായി വിജയൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ വേറെ ഒരു പേര് പറയാൻ പറ്റില്ലെന്നേ. മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് വെറുതെ അല്ല പിണറായി വിജയനാണോ? അത് മാത്രമല്ല 2016 തെരഞ്ഞെടുപ്പിൽ VS-നെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് VS-നെ മുൻനിർത്തിക്കൊണ്ടാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു പിണറായി വിജയൻ തന്നെയാണെന്നുള്ളത് സംഭവമുണ്ട്. പിന്നീട് 2021 അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം. അദ്ദേഹം തന്നെ ആയിരുന്നു. അവിടെ ശൈല ടീച്ചറുടെ ഒക്കെ പേര് ഉയർന്നു വന്നെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണ്, പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല. അവരെ മന്ത്രിസ്ഥാനത്ത് തന്നെ മാറ്റി കഴിയും. കാരണം ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രി എന്നുള്ള ആഗോളതലത്തിൽ തന്നെ മികച്ച ആരോഗ്യമന്ത്രി അവാർഡുകളൊക്കെ നേടിയ ഒരു മന്ത്രി എന്നൊക്കെയുള്ള ഖ്യാതി അവർ തന്നെ പറഞ്ഞു വരുത്തുന്ന. പിന്നീട് നമുക്കറിയാം മനഃപൂർവ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഒരു വലിയടാക്കി മാറ്റുകയും ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവര് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങള് മുഖ്യമന്ത്രി സ്ഥാനത്തെ ഉയർത്തിക്കാട്ടും, അത് കോൺഗ്രസിന് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് തികഞ്ഞ കപടതയാണ്. നോക്കൂ, 96 അവര് മുഖ്യമന്ത്രി ആയിട്ട് ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ പറഞ്ഞു കേട്ടുന്നവർ സുശീല ഗോപാലിന്റെ പേരാണ്. കേരളത്തിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതിയാണ്. പ്രത്യേകിച്ചും CPM-നെ പോലൊരു തൊഴിലാളി വർഗ പാർട്ടിയിൽ നിന്നും സ്ത്രീപക്ഷ പാർട്ടിയിൽ നിന്നും വനിതാ മുഖ്യമന്ത്രി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്? തെരഞ്ഞെടുപ്പിൽ അവർ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞപ്പോൾ നയനാരാണ് മുഖ്യമന്ത്രിയായത്. അല്ലെ, ഗൗരിയമ്മയുടെ അവസ്ഥ ഇത് തന്നെയാണ്. പിന്നീട് 2006 വരും. 2006 ഇവർ 2006 മുഖ്യമന്ത്രിയായത് VS അച്യുതാനന്ദനാണ്. അവർക്ക് ഭരണം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയാകും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും? അദ്ദേഹത്തിന് സീറ്റ് പോലും കൊടുത്തില്ല. കൊടുത്തോ? അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പാർട്ടിയിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നു, പ്രക്ഷോഭം വന്നു. ആ രാത്രിയിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട രാത്രിയിൽ കേരളമെമ്പാടും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പാർട്ടി അണികൾ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിനാണ് സീറ്റ് കൊടുത്തത്. സമാനമായ രീതിയിലായിരുന്നു 2011 VS-നെ അവർ സീറ്റ് നിഷേധിച്ചു. അപ്പോൾ അവര് പറയുന്ന ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ്. ഇന്നലെ MV ഗോവിന്ദൻ അത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊരു പേര് പറയാൻ MV ഗോവിന്ദന് ഇല്ല എന്ന് മാത്രമല്ല, വേറൊരു പേര് ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ ഇപ്പോൾ MV ഗോവിന്ദന് സ്വന്തം പേര് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ നയിക്കുമെന്ന് MV ഗോവിന്ദന് പറയാൻ പറ്റുമോ? ഇല്ല. പിണറായി വിജയന്റെ മുന്നിൽ വേറൊരാൾക്ക് അവിടെ സ്ഥാനമില്ല. അതാണ് പിണറായി വിജയന്റെ ഒരു അധികാരം. അല്ല, പക്ഷെ അദ്ദേഹം മനസ്സുകൊണ്ട് ഞാനൊരു മുഖ്യമന്ത്രി ആയാലും എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? മാധവ പൊതുവാളിനെ സന്ദർശിച്ചതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നൊക്കെ കരുതുന്നു അല്ലേ? അതെ. അദ്ദേഹത്തിന് ആർക്കെങ്കിലും താല്പര്യമില്ലാണ്ടിരിക്കുകയും മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ 10, 50, 60 വർഷമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മോഹമാണ്. വലിയ തെറ്റൊന്നുമല്ല. അധികാരത്തിനൊപ്പം നിൽക്കുമ്പോൾ എല്ലാവരുടെയും കാര്യം ആഗ്രഹം അതൊക്കെ തന്നെയാണ്. ഒരു മന്ത്രി പദം, ഒരു MLA പദം, ഒരു MP സ്ഥാനം, അതിന് ഉപരിയായിട്ട് മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നൊക്കെ പറയുന്നത് ആർക്കും ആഗ്രഹിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇതിപ്പോ ഒരു ദൗതികമായിട്ടുള്ള ഒരു നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടി, അതോടൊപ്പം തന്നെ മാധവ പൊതുവാളിനെ കണ്ടതിന് ശേഷം അദ്ദേഹം പിണറായിയെ വെട്ടി നിർത്താനുള്ള മാർഗമായിരിക്കും അദ്ദേഹം ചെയ്യുന്നിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം എന്തിനാണ് ഈ പറയുന്ന പോലെ മാധവ് പൊതുവാളിനെ കണ്ടത് എന്നൊക്കെ വരുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ആയ ഒരു ആള് എന്തിനാ അവിടെ പോയിക്കൊണ്ട് പിന്നീട് അതിന് അവർക്ക് വാദങ്ങളുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്, അവിടെ പോയി കണ്ടതാണ്, ക്യാപ്സൂളുകൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ പിന്നെ വേറെ വിഷയമാണ്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇതാണ്: പിണറായി വിജയൻ ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിണറായി വിജയനെ പോലും നേതാവുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രമേ ഇവർക്ക് ഉയർത്തിക്കാട്ടാനുള്ളൂ, മറ്റൊരു നേതാവിനെ അവർ ഉയർത്തിക്കാട്ടാനില്ല. ഉള്ള നേതാക്കന്മാരുടെ പേര് പറയാൻ പറ്റത്തില്ല. 1-2 പേരുകൾ ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച KK ശൈലജ നയിക്കുമെന്ന് പറയുന്നവർക്ക് ചങ്കൂറ്റമുണ്ടോ? ഒരു വനിതാ നേതാവല്ലേ, ഒരു വനിതാ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ആളല്ലേ അവരെ, അല്ലെങ്കിൽ അവർ നയിക്കും. കാരണം പിണറായി വിജയൻ 80 വയസ്സായെന്നേ ഇല്ലേ? പിണറായി വിജയൻ 80 വയസ്സായി. അദ്ദേഹത്തിനുള്ള അസുഖം നമുക്കറിയാം. അദ്ദേഹം ഓരോ വർഷവും അദ്ദേഹം അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അത് മാത്രമല്ല, ഇനിയിപ്പോ സ്ഥാനം നൽകുന്നത് പിന്നീട് ഇനിയിപ്പോ മുഹമ്മദ് റിയാസിനായിരിക്കുമെന്നും പലവി കേൾക്കുന്നുണ്ട്. അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകനുള്ള നിലയിൽ ഇനി അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് മുഹമ്മദ് റിയാസിന് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വേറൊരു പേര് പറയാൻ ഇവർക്ക് പറ്റത്തില്ല, വേറൊരു ചോയ്സ് അവർക്ക് വെക്കാൻ പറ്റത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ആരാണോ വെക്കുന്നത് അവർ പിന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പിണറായി വിജയൻ ആ രീതിയിലാണ് പാർട്ടിയെ മാറ്റിയെടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് 98 മുതൽ നോക്കൂ, 2015 വരെ അദ്ദേഹം ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നു. അവിടെ ആരും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു ശക്തിയായിട്ട് അദ്ദേഹം മാറി. അതിനിടയ്ക്ക് അദ്ദേഹത്തെ മാറ്റാൻ കഴിഞ്ഞോ? അദ്ദേഹം മാറുമ്പോഴാണ് പിന്നീട് ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഈ 17 വർഷത്തോളം സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നിട്ട് പിന്നെ ഈ കോടിയേരിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് 2 ടേം അല്ലെങ്കിൽ 3 ടേം മാത്രമേ പറ്റുള്ളൂ ഒരാൾക്ക്. അത് കഴിഞ്ഞാൽ മാറണം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് ആ സമയത്താണ്. അതുവരെ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. നോക്കൂ, കേന്ദ്ര കമ്മിറ്റിയിലാകട്ടെ പിന്നെ പോളിറ്റ് ബ്യൂറോയിലാകട്ടെ പ്രായപരിധിയുണ്ട്. ഇത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവരെ മാറ്റണം എന്നൊരു നിയമമുണ്ട്. അത് പിണറായിക്ക് വേണ്ടി മാറ്റിമറിച്ചില്ലേ? എന്താണ് കാരണം? എന്താണ്
അദ്ദേഹം അനിവാര്യനായിട്ടാണോ? അദ്ദേഹത്തെ പാർട്ടി ഒരിക്കലും പോളിറ്റ് ബ്യൂറോ മാറ്റി നിർത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അദ്ദേഹം ഉപദേശമായിട്ട് നിൽക്കാമല്ലോ. എന്താണ് സംഭവം? അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കഴിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് നിലനിൽപ്പില്ല. കാരണം ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഈ പറയുന്ന ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ ഒരു നേതാവ് ഉയർത്തിക്കാട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം എന്ന് പറയുന്നത് മറ്റൊരു നേതാവ് ഏകാധിപത്യ പ്രവണത തന്നെയാണ്. മറ്റൊരു പേര് ഉയർത്തിക്കാട്ടിയാൽ പിന്നെ ആ ഉയർത്തിക്കാട്ടുന്ന വ്യക്തി ആ പാർട്ടിയിൽ ഉണ്ടാകില്ല. അദ്ദേഹത്തിന് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.